ഇപ്പോൾ നമ്മുടെ മുകേഷ് ഒരു മെഗാസ്റ്റാർ ആണോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആണോ, സൂപ്പർ സ്റ്റാർ ആയിട്ട് എന്തുകൊണ്ട് സൂപ്പർ സ്റ്റാർ നിലനിർത്താൻ പറ്റിയില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ മുകേഷ് എന്ന് പറഞ്ഞാൽ 1980-ൽ സിനിമയിൽ വന്ന ഒരു നടനാണ്. ആദ്യത്തെ ബലൂൺ എന്ന് പറയുന്ന സിനിമ തന്നെ ഹീറോ ആയിട്ട് അഭിനയിച്ച് വന്നതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെന്ന് പറയുന്നത് അങ്ങനെ വലിയ ഹിറ്റ് സിനിമകളൊന്നും അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ബോയിങ്, ഇത് ഞങ്ങളുടെ കഥ എന്നിങ്ങനെയൊക്കെയുള്ള ചില ഹിറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് സിനിമകൾ അഭിനയിച്ചെങ്കിൽ തന്നെയും പിന്നീട് ഇദ്ദേഹത്തിന് വലിയ ഹിറ്റുകളൊന്നുമില്ല. ഒരു 90, 89, 90 വരെ അധികം ഹിറ്റുകളൊന്നുമില്ല. അപ്പോൾ പിന്നീടാണ് ഈ രാംജി റാവ് സ്പീക്കിംഗ് വിജയിക്കുന്നത്. അതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഒരു സമയമായിരുന്നു എന്ന് പറയുന്നത് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിന്നെ ഹി നെവർ ലുക്ക്ഡ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഇദ്ദേഹം ഒരു 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 വലിയൊരു എന്താണ് പറയുന്നത്, ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു ഹീറോയിലേക്ക് മാറുകയായിരുന്നു ആ സിനിമയോട് കൂടി തന്നെ. അപ്പം ഏതാണ്ട് ഒരു 1990 തൊട്ട് 2000 വരെ ഈ മുകേഷിൻ്റെ സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറയുമ്പോൾ ഒരു വർഷം തന്നെ ഇദ്ദേഹം 20-30 സിനിമകളിലൊക്കെയാണ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പം അന്ന് ഒരു പക്ഷേ മോഹൻലാലിനേക്കാളും മമ്മൂട്ടിയേക്കാളൊക്കെ മുകളിൽ അദ്ദേഹം പോയി. അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ജയറാമൊക്കെ അവരുടെ ഒരു വരവിന് മുമ്പ് തന്നെ ഇദ്ദേഹം സിനിമയിൽ ആക്റ്റീവായിരുന്നു. അപ്പം ജയറാം 1987-ലാണ് സിനിമ വരുന്നത്. അപരൻ എന്ന സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജയറാം ഒരു 90 വരെ ഒക്കെ അഭിനയിച്ച് ചിലപ്പോൾ ഒരു 5-10 സിനിമകളിൽ അഭിനയിച്ചെങ്കിൽ തന്നെ, ഹീറോ ആയിട്ട് അഭിനയിച്ചെങ്കിൽ തന്നെ ആ സമയത്തോട് തന്നെ ഒരു 90s തന്നെ ഇദ്ദേഹം ഈ മുകേഷ് ഒരു 10-40 സിനിമകളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച് കാണും. സുരേഷ് ഗോപി അതുപോലെ തന്നെയാണ്. സുരേഷ് ഗോപിയൊക്കെ സിനിമയിൽ വരുമ്പോഴത്തേക്ക് തന്നെ മുകേഷ് ഒരു 10-40-50 സിനിമകളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച് കാണും. സുരേഷ് ഗോപി പിന്നെ ഈ തലസ്ഥാനം, ഏകലവ്യൻ അങ്ങനെയുള്ള സിനിമകളോടുകൂടിയാണ് അദ്ദേഹം ഒരു നല്ലൊരു പൊസിഷനിലേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ജയറാം എന്ന് പറയുന്നത്. ഈ കടിഞ്ഞൂൽ കല്യാണം, അനിയൻ ബാവ, ചേട്ടൻ ബാവ, അങ്ങനെ കുറേ സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ ജയറാമൊക്കെ വരുന്നതിന് മുമ്പ്, ജയറാമും സുരേഷ് ഗോപി ആക്റ്റീവ് ആകുന്നതിന് മുമ്പ് തന്നെ മുകേഷ് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സിനിമകളെന്ന് പറയുന്നത്, ഇദ്ദേഹത്തിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ അത്ര നമ്മുടെ മനസ്സിൽ തട്ടുന്ന സിനിമകൾ എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് മുകേഷിൻ്റെ സിനിമ എന്നും പറഞ്ഞ് വരുന്ന സിനിമകൾ ഒരുപക്ഷെ മുകേഷ് വന്ന് നിറയുന്ന സിനിമകളെന്ന് പറയുന്ന സിനിമകൾ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, അധികം ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ബോയിങ് തന്നെ നോക്കിയാൽ മുകേഷിൻ്റെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. മോഹൻലാലും മുകേഷ് ആണെങ്കിലും മുകേഷാണ് അതിനകത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുപോലെ തന്നെ ഇൻ ഹരിഹരനൊക്കെ മുകേഷിൻ്റെ ഒരു സിനിമയായിട്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. രാംജി റാവ് സ്പീക്കിംഗ് പോലും കുറേയൊക്കെ അങ്ങനെയാണ്. പിന്നെ ഗോഡ് ഫാദർ. പക്ഷേ ആ സമയത്ത് ഒരു 90കളിൽ ഇദ്ദേഹം മൂവർ സംഘത്തിലൊരാൾ, അല്ലെങ്കിൽ 4 സംഘത്തിലൊരാൾ, അങ്ങനെയുള്ള സിനിമകളാണ് അഭിനയിക്കുന്നത്. അപ്പം എങ്കിൽ തന്നെ 4 സംഘത്തിലൊരാളായിട്ടാണ് അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ മൂവർ സംഘത്തിലൊരാളായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടെ ഹീറോയിസം അല്ലെങ്കിൽ ഒരു കരിസ്മയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അഭിനയിക്കുന്നത്. കാരണം ആ കൂട്ടത്തിലൊരു ഹീറോയിസം ഉള്ളത് ഇദ്ദേഹത്തിനായിരുന്നു. ഇപ്പോൾ സായികുമാർ, ജഗദീഷ്, സിദ്ദിഖ്, ഇങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കാണാൻ ഒരു പേഴ്സണാലിറ്റിയും പിന്നെ ഹീറോയിസൊക്കെ ഉള്ള ഇദ്ദേഹത്തിനായതുകൊണ്ട് ഇദ്ദേഹമായിരുന്നു കുറേ കൂടെ ആ കൂട്ടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. പിന്നെ തമാശ നല്ലപോലെ ചെയ്യും. ഒരുവിധം ജീവധർമ്മപരമായ ഓർഗാനിക് രീതിയിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പം അതൊക്കെ ഇത് തമാശയാണെങ്കിൽ പോലും ചെയ്യുന്നത് കുറേയൊക്കെ ഒരു വലിയ ഓർഗാനിക് പ്രസൻസ് ഒന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും കുറേയൊക്കെ പൊതുവേ ഉള്ള മറ്റു നടന്മാരെ ഓരോരുത്തർക്കും അവരുടേതായ രീതി ചെയ്യുന്നു. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതി ചെയ്യുന്നു, ഒരു ഓർഗാനിക് പ്രസൻസോടുകൂടി ചെയ്യുന്നു. അപ്പം അങ്ങനെ ഈ ഗോഡ് ഫാദർ വന്നതോടുകൂടി ആ സിനിമ ഏതാണ്ട് 410 ദിവസം ഒരു തിയേറ്ററിൽ ഓടിയതാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകേഷ് മെഗാസ്റ്റാർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മുകേഷ് ഒരു മെഗാസ്റ്റാർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളത്തിൻ്റെ DDLJ ആയിട്ടുള്ള, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ദുൽഹാനിയ ലേജായങ്ക എന്നറിയപ്പെടുന്ന ഗോഡ് ഫാദറിലെ ഹീറോ, അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ 10 തിയേറ്റർ റൺ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 4-5 സിനിമകളിലും ഹീറോ ആയിട്ടുള്ള നടൻ. അത് രാംജി റാവ് സ്പീക്കിംഗ്, ഇൻ ഹരിഹരനഗർ, ബോയിങ്, അതേപോലെ തന്നെ ഗോഡ് ഫാദർ, അങ്ങനെ ഏതാണ്ട് 4-5 സിനിമകളിൽ ആദ്യത്തെ 10 തിയേറ്റർ റൺ സിനിമകൾ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 4-5 സിനിമകളിൽ മുകേഷാണ് ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതേ ഏതാണ്ട് ഒരു 300ഓളം സിനിമകളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 82-ൽ വന്ന് ഇപ്പോൾ ഫിലിപ്സ് എന്നും പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അത് വരെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 250-300ഓളം സിനിമകളിൽ ഹീറോ ആയിട്ട് മാത്രം മുകേഷ് അഭിനയിച്ചു കഴിഞ്ഞു, എനാക്ട് ചെയ്തിട്ടുണ്ട്, ഹീറോ റോൾസ് പ്ലേ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾ ഒരു മെഗാസ്റ്റാർ പദവിയിലേക്ക് തന്നെ വന്നു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഈ പറയുന്ന മനസ്സിൽ നിറയുന്ന വേഷങ്ങൾ ഒരുപക്ഷെ മുകേഷിന് അധികമില്ല.
എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പം കമ്മീഷണർ എന്ന് പറയുമ്പോൾ സിനിമ നമ്മുടെ മനസ്സിൽ വരുന്നത് സുരേഷ് ഗോപി തന്നെയാണ്. അല്ലെങ്കിൽ കൊട്ടാരം വീട്ടിൽ അപ്പുറം എന്ന് പറയുമ്പോൾ സിനിമ നമ്മുടെ മനസ്സിൽ ജയറാമാണ് വരുന്നത്. ആ സമയം ഗോഡ് ഫാദർ എന്ന് പറയുന്നത് മുകേഷാണെന്ന് പറയാം. അങ്ങനെയുള്ള സിനിമകൾ മുകേഷിന് കുറവാണ്. അപ്പം ബോയിങ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇൻഹരിയറിനൊക്കെ മുകേഷാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ പോലും അത് അത്ര ശക്തമായിട്ടും മുകേഷ് വരുന്നില്ല. അതാണ് മുകേഷിന് പറ്റിയ ഒരു ഇദ്ദേഹം കുറേ സെൻറ്റിമെൻ്റൽ സിനിമകളിൽ കൂടുതൽ അഭിനയിച്ചില്ല, സീരിയസ് സിനിമകളിൽ കൂടുതൽ അഭിനയിച്ചില്ല. അതൊക്കെയാണ് ഇദ്ദേഹത്തിന് പറ്റിയ വീഴ്ചകളെന്ന് പറയുന്നത്. പിന്നെ ദിലീപിൻ്റെ വരവോടുകൂടി ഒന്നുകൂടി ഇദ്ദേഹം പിന്നോക്കം പോയി. ജയറാമും മുകേഷും ഒക്കെ പിന്നോക്കം ഒന്നുകൂടെ പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ സിനിമകളൊക്കെ കിട്ടി. അതൊക്കെയാണ് ഇതിനെ ഒരു അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തി, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് നിർത്തി. അതൊക്കെയാണ്. പിന്നെ അപ്പം നമ്മുടെ മലയാളത്തിലെ ഒരു മെഗാസ്റ്റാറാണ് മുകേഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെഗാസ്റ്റാറാണ് എന്ന് തന്നെ പറയാം. കാരണം ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒറ്റ സിനിമ ഏതാണ്ട് 250-300ഓളം സിനിമകൾ ഹീറോ ആയിട്ട് അഭിനയിച്ച ഒരു നടനും ഇല്ല. സുരേഷ് ഗോപിക്ക് 100-150 സിനിമകളെ കാണത്തുള്ളൂ. ജയറാമിന് 100-150 സിനിമകളെ കാണത്തുള്ളൂ. ദിലീപിന് 150 സിനിമകളൊക്കെ കാണത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജിനൊക്കെ അത്രയൊക്കെ 150 സിനിമകളൊക്കെ കാണത്തുള്ളൂ. അതേസമയം മുകേഷ് ആണ്ട് 100-300 സിനിമകളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചു. അതുപോലെ തന്നെ ഈ ജയറാമിനേക്കാളും മുകേഷിനേക്കാളും ജഗദീഷിനേക്കാളും ഒക്കെ മുമ്പേ തന്നെ ഹീറോ ആയിട്ട് 10-30-40 സിനിമകളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചു. അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് 2000 തൊട്ട് ഇപ്പം നോക്കി കഴിഞ്ഞാൽ എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? ഒരു 40-50 സിനിമകളിൽ പോലും ഹീറോ ആയിട്ട് അഭിനയിച്ചു കാണത്തില്ല. അതുപോലെ ജയറാം ഒരു കഴിഞ്ഞ 10-15 വർഷം നോക്കി എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? അപ്പോൾ അങ്ങനെ നോക്കുമ്പം മുകേഷ് മലയാളത്തിലെ ഒരു മെഗാസ്റ്റാർ തന്നെയാണ് എന്ന് പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.